ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജാസിനെ പറ്റിയിട്ട് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ജാസിയുമായി നമ്മുടെ പഴയ യുവാക്കളുടെ ഹരമായ നമ്മുടെ ഷക്കീല ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടുവരാം. നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തു? എന്റെ ഫാമിലിയിലും ഇപ്പോൾ ഓൾറെഡി അറിയാലോ, ഇപ്പോൾ ആഷിയുടെ ഉമ്മാന്റെ ഒരു വിഷയം നടക്കുന്നുണ്ടല്ലോ. ഈ സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു എന്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നത്. എന്റെ ഉമ്മയും അക്സെപ്റ്റ് ഇല്ല. കാരണം അത് ഉമ്മമാരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. പ്രത്യേകിച്ച് ഞങ്ങളെ മലപ്പുറം ഏരിയയിലൊക്കെ ആകുമ്പോൾ ഈ ട്രാൻസ് എന്താണെന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഉമ്മയാണെങ്കിലും എല്ലാം ഭയങ്കര മുസ്ലിം മതം പോലെ തന്നെ നിസ്കാരം, ഓത്ത്, തഹജ്ജുദ് നിസ്കാരം, അങ്ങനെ എല്ലാവരും ഇപ്പൊ ആഷിയുടെ ഉമ്മയാണെങ്കിൽ എന്റെ ഉമ്മയൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവർക്ക് എന്താണ് ഇങ്ങനെ ആണും റിലേഷൻ എന്താണ്, അല്ലെങ്കിൽ പെണ്ണും അറിയില്ല. അത് ഭയങ്കര തെറ്റാണല്ലോ. അപ്പൊ അത് ഇവർക്ക് അറിയില്ല. അപ്പൊ ഇത് എന്റെ ഉമ്മ ഭയങ്കര എതിർപ്പായിരുന്നു എന്റെ ആഷിയുടെയും റിലേഷനിൽ. എന്നെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, വീട്ടില് പ്രശ്നം ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനും ആഷിയും ദുബായിലേക്ക് ഉമ്മാനെ ഒരു ടൈം കൊണ്ടുപോയി, എൻ്റെ ഉമ്മാനെ. ആ സമയത്ത് ഉമ്മ അവിടെ വന്ന് ഉമ്മ കണ്ടു ഞങ്ങളെ സ്നേഹം എങ്ങനെയാണെങ്കിലും ഞങ്ങൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉള്ളത് എന്നുള്ളത് ഉമ്മ കണ്ടപ്പോഴാണ് പിന്നെ എൻ്റെ ഉമ്മ കുറച്ചുകൂടെ അക്സെപ്റ്റ് ആയി തുടങ്ങിയത് ഞങ്ങളുടെ റിലേഷനിൽ. ഈ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ആഷിയുടെ ഉമ്മാക്ക് അറിയില്ല. ഞാൻ ഉമ്മാനെ ഒരിക്കലും കുറ്റം പറയല്ല. എൻ്റെ ഉമ്മാനെ പോലെ തന്നെ ഒരു ഉമ്മനെയായിരിക്കും അത്. പക്ഷെ ഉമ്മാക്ക് ഈ എത്തിച്ചു കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഉമ്മാന്റെ മൈൻഡിലേക്ക് നിങ്ങളെ മോൻ ഇങ്ങനെ ഒരു ആണിനെ കല്യാണം കഴിച്ചിരിക്കുക, അപ്പം നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങളെ ഖബറിലേക്കും ആ ഒരു ഇത് വരത്തില്ലേ, നിങ്ങൾ അവനെ പിന്തിരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉമ്മാക്ക് ഇങ്ങനെ വിഷം കൊടുക്കാൻ. വിഷമില്ല, അത് ആരായെങ്കിലും പറയുമല്ലോ. ഇപ്പൊ എനിക്കൊരു കുട്ടി ഇങ്ങനെ ആയിരുന്നാൽ എന്റെ മോന് പോയാലേ ഇപ്പൊ എനിക്ക് എന്റെ ജനറേഷൻ വേണമല്ലേ. എന്തായാലും നീ എത്ര പെണ്ണായിട്ട് മാറിയാലും ബയോളജിക്കലി യു ആർ നോട്ട്. അപ്പോ ആ ജനറേഷൻ വേണമെന്ന് തോന്നൂല്ലേ, അതാണ് അവരുടെ പ്രശ്നമായിരിക്കും എന്ന് എന്നെ തോന്നല. എനിക്ക് തോന്നുന്നു ഉമ്മ എപ്പോഴും എനിക്കറിയില്ല, അത് കറക്റ്റ് ആണ്. അവരുടെ ഫീലിങ്സ് അത് കറക്റ്റ് അല്ല. ഉമ്മാനെ വെച്ച് അത് ഞാൻ പറഞ്ഞത്, ഉമ്മാനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഉമ്മാന്റെ ഫീലിങ്സ് ഇസ് ഫൈൻ, കറക്റ്റ് ആണ്. ഏതൊരു അമ്മമാരാണെങ്കിലും ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ. പക്ഷെ ഇപ്പോഴും ഞാൻ എൻ്റെ ഉമ്മാനായിട്ട് കുറെ സംസാരിക്കുന്ന വ്യക്തിയില്ല, ആഷ്ട്ര ഉമ്മാൻ്റെ അധികം സംസാരിക്കുന്ന വ്യക്തിയില്ല. പക്ഷെ ഉമ്മ കുറെ അവർക്ക് വേണ്ടി, അത് ഉമ്മാക്ക് എന്നെ ഇഷ്ടപ്പെടാത്ത 2-3 പേരുണ്ട്, എന്നെ ട്രോളുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് ഉമ്മാക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഉമ്മ ഇങ്ങനെ നുണകൾ കുറച്ച് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. ആഷിക്ക് ഫുഡ് കൊടുക്കാണ്ട് ഞാൻ ഫുഡ് കഴിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പേഴ്സണലി ഭയങ്കര മനസ്സിൽ വിഷമമായി. ആഷിക്ക് ഫുഡ് കൊടുക്കാണ്ട് ഞാൻ ഫുഡ് കഴിക്കുമെന്ന്, ആഷിന് മുമ്പിൽ വെച്ച് ഞാൻ ഫുഡ് കഴിക്കും, അവന് ഫുഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. ഒക്കെ എനിക്ക് ഭയങ്കര വിഷമം. അതൊക്കെ അവർ അറിയാതെ സംസാരിക്കുന്ന കാരണം എനിക്കറിയാം. എനിക്ക് നിന്നെ പോലെ ഒത്തിരി കുട്ടികളുണ്ട്. എനിക്കറിയാം നിങ്ങൾ ലവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹസ്ബൻഡായിട്ട് എടുക്കുമ്പോൾ എല്ലാ പ്രിഫറൻസും അവർക്ക് അതിനുശേഷം തന്നെ നിങ്ങൾക്ക്. അതെ, എനിക്ക് എന്നെ അറിയുന്ന കുറച്ച് ഫ്രണ്ട്സുകൾക്ക് അറിയാം. ഇപ്പോൾ എന്നെ അറിയുന്ന എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആൾക്കാർക്ക്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ആശയെ കൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ആശിനെ നോക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു കുട്ടിയെ നോക്കുന്നത് പോലെയാണ് ആശിനെ നോക്കുന്നത്. കാരണം അവനക്ക് അങ്ങനെ സെൽഫായിട്ട് അങ്ങനെ ഒന്നും അങ്ങനെ വലിയ ചെയ്യാനുള്ള പരിചയമില്ല. കാരണം അവന്റെ വീട്ടിൽ അവന്റെ കസിൻസും ഉമ്മയും എല്ലാം അവനെ അവിടെ അത്രയും സ്നേഹിച്ച് വളർത്തിയ കുട്ടിയാ. പിന്നെ ആഷി അമ്മയുടെ അടുത്ത് സംസാരിക്കാനുണ്ടോ? അമ്മ സംസാരിക്കാറുണ്ട്. ഈവൻ ആഷി എന്നോടെ പ്രശ്നമുള്ള ആഷിയുടെ ഉമ്മാക്ക്. അതാണ് ഈ അറിയാത്ത ആൾക്കാർക്ക്. അവന് റെഗുലർ ആയിട്ട് റെഗുലർ ഡെയിലി വിളിക്കുന്നില്ല, ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോ ഉമ്മാനെ വിളിക്കാറുണ്ട്. ഇടയ്ക്ക് ഉമ്മ വിളിച്ച ഉമ്മ ഫോൺ എടുക്കും, ഇടയ്ക്ക് ഉമ്മ ഫോൺ എടുത്താലും ഉമ്മ സംസാരിക്കാറില്ല. ഓരോ ഭാഭിമാരെ കാര്യം ഫോൺ എടുക്കുക. അപ്പൊ ഉമ്മക്ക് കൊടുക്കാറ ഉമ്മ പറയും വേണ്ടാന്ന് പറയും, ഇടയ്ക്ക് സംസാരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഈ പ്രശ്നം നടന്ന സമയത്തും ഉമ്മാനെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞത് എനിക്ക് നിന്നെ കിട്ടിയാൽ മതി, നീ എന്നെ ഒഴിവാക്കിയിട്ട് വായോ, വീട്ടിലേക്ക് വായോ, എനിക്ക് നീ വേണം, അങ്ങനെയാണ് ഉമ്മ പറയുന്നത്. അതുകൊണ്ട് എന്തോ ഈ പറയുന്ന സ്വത്ത് എന്ന് പറയൂല്ലേ, പ്രോപ്പർട്ടി, അതൊക്കെ കൊടുക്കില്ല എന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അമ്മ? അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പൊതുവെ ഉമ്മ പാവാണ്. ആഷിനെ ഭയങ്കര ഇഷ്ടം. കാരണം ആഷിയുടെ വീട്ടിലെ ഏറ്റവും ചെറിയ മോനാണ്. പിന്നെ അവന്റെ കസിൻസും എല്ലാവരും എന്നോട് പണ്ട് പറയായിരുന്നു ആഷിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ ഉമ്മ ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട്, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കണ്ട ആഷിനെ നോക്കുന്നു, അത്ര നല്ല മോനാണ്. അപ്പോൾ ഉമ്മാക്ക് ചെറിയ ഉമ്മാന്റെ മനസ്സിൽ ഉമ്മ ചിന്തിക്കുന്നത് ആഷിയുടെ കല്യാണം കഴിഞ്ഞ് ആഷിനെ പോലത്തെ ഒരു കൊച്ചു പേരക്കുട്ടിനെ കാണണം എന്നൊക്കെ ഉമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാവായിരിക്കും. അപ്പോഴല്ലേ എൻ്റെ ഒരു എൻട്രി വരുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഉമ്മാക്ക് എന്നോട് ദേഷ്യം. ജാസി, ഇപ്പോ നീ വരുന്ന മുമ്പ് ഇവിടെ
കമ്മ്യൂണിറ്റി വാസ് ഗോയിങ് ഓൺ വെൽ. നീ വന്ന് കുറച്ച് മന്ത്സേ ആയല്ലോ അല്ലേ? ഇപ്പോൾ ഇതിന് നിനക്ക് മേലെ ഉണ്ടായിരുന്ന താഴായി. ഇൻഫ്ലുവൻസിങ് ആവട്ടും, ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റീസ് ആവട്ടെ. അപ്പോൾ നീ വന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? കോൺട്രവേഴ്സി എന്തിനാ ചെയ്യുന്നത്? ഞാൻ ദുബായിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് ഇവിടെ കുറച്ച് അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ദുബായിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ദുബായിൽ നിന്ന് വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന സമയത്തും ഞാൻ ഒരിക്കലും കമ്മ്യൂണിറ്റികളെ മോശപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇല്ല, നിന്റെ കുറേ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, നിന്റെ ഫ്യൂ വേർഡ്സ് കമ്മ്യൂണിറ്റികളെ താഴ്ത്തിയാണ് നീ സംസാരിച്ചിട്ടുണ്ട്. അതെന്തിന്? അത് ഞാൻ ഒരിക്കലും അവർ താഴ്ത്തി സംസാരിക്കണം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് സംസാരിക്കുന്നില്ല. ചിലതെല്ലാം എൻ്റെ അബദ്ധവശാൽ, ഞാൻ പറയില്ല, അബദ്ധവശാലായി പോകുന്നതാ. എനിക്ക് എപ്പോഴും എൻ്റെ കമ്മ്യൂണിറ്റിയാണ് വലുത്. പക്ഷേ ചില സമയത്ത് ഇനി അറിയില്ല, കമ്മ്യൂണിറ്റിയിലും എൻ്റെ വളർച്ച കണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ വളർന്നു വരുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായിരുമായിരിക്കാം. ഇപ്പോൾ ഒരു നല്ല വശത്തിന് ചീത്ത വശം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ എൻ്റെ വളർച്ച കണ്ട് അസൂയപ്പെടുന്ന കമ്മ്യൂണിറ്റികളും ചില ആൾക്കാരുണ്ടാവുമായിരിക്കാം. എല്ലാവരും ഞാൻ പറയുന്നില്ല, ചിലവര്. അപ്പൊ അതുകൊണ്ടും അങ്ങനെ വന്നു പോകുന്നു. ചിലവരൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് വളച്ചൊടിച്ച് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നീ കാരണം നീ ചെയ്യുന്നത് റീൽസ് ആവട്ടെ, ഏതോ ഒന്നാവട്ടെ, അതിൽ നിന്നെയാണ് അവർ ഫസ്റ്റ് ഇപ്പോ എല്ലാ കമ്മ്യൂണിറ്റീസിൽ, എല്ലാ സൊസൈറ്റിയിലും ഏൽക്കാറുണ്ട്. പക്ഷെ നീ വന്ന ശേഷം ഈ കമന്റ്സ്, ബാഡ് കമന്റ്സ് ഒക്കെ, ഈ നിങ്ങൾ അവർ വിളിക്കുന്ന വാർത്തകളുണ്ടല്ലോ, അതൊക്കെ ഇപ്പോ തിരിച്ചു തുടങ്ങി. അപ്പൊ നീ കാരണം ഇത് മറ്റവർക്കും ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്, മറ്റവർക്കും അങ്ങനെ കമന്റ്സ് വരുന്നുണ്ട്. ഇത് എങ്ങനെയാ നീ? എനിക്കിപ്പോ ഒരു വീഡിയോ ഇടുമ്പോ നല്ല കമന്റ്സും വരാറുണ്ട്, ചീത്ത കമന്റ്സും ഉണ്ടാവാറുണ്ട്. അതെ, അല്ലാണ്ട് എനിക്ക് നോർമലി ഇപ്പൊ ഒരു പൈപ്പ് ചോട്ടില് വെള്ളം പിടിക്കുന്ന ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു നടന്റെ അനിയത്തി ആയിട്ടുള്ള ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിട്ടുള്ള ക്യാരക്ടർ, അതൊക്കെ എനിക്ക് ഓക്കെ. ഇല്ല, അതൊക്കെ നിനക്ക് ഇല്ല മോളെ, അതൊക്കെ നിനക്ക് എന്തിനു തരണം ഇൻഡസ്ട്രി എന്തിനാ നിനക്ക് ആ ക്യാരക്ടർ തരണമെന്ന് നിന്റെ വിചാരം? എനിക്ക് അത്തരം ക്യാരക്ടറുകൾ ചെയ്യാൻ താല്പര്യമുണ്ട്. കാരണം അപ്പൊ ആ താല്പര്യം വേണ്ടി നീ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇപ്പൊ എന്റെ റീൽസ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ആക്ടിങ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ആക്ടിങ് അല്ലെങ്കിൽ കണ്ടിട്ട് എനിക്ക് അത്തരം റോളുകൾ കിട്ടുമെന്ന് വന്നിട്ടുണ്ടോ? അങ്ങനെ ഓഫേഴ്സ് വരുന്നുണ്ട്, തമിഴിൽ നിന്ന് വന്നിട്ടുണ്ട്. ചെയ്തോ? ഇല്ല. എന്തിന്? അത് ചെറിയൊരു പ്രശ്നമായപ്പോൾ ചെയ്തില്ല. എന്താ പ്രശ്നം? അഡ്ജസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചവര്. സീരിയസ് ഞാൻ ഇത് എവിടെ പോയാലും ഈ പെൺകളുടെ അടുത്തും അഡ്ജസ്റ്റ്മെന്റ്, നമ്മുടെ ട്രാൻസ് പീപ്പിളുടെ അടുത്തും അഡ്ജസ്റ്റ്മെന്റ്, ഈ മെന്നുകൊക്കെ എന്തായടാ? എനിക്കറിയില്ല. അത് നല്ല റോളായിരുന്നു, തമിഴ് മൂവിയാണ്. ഞാനത് ഓൾറെഡി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ കളിയാക്കി. പിന്നെ ജാസിന് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചാൽ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, എന്തിനാണ് ചിരട്ട വെച്ച് നടക്കുന്ന ആളൊക്കെ അഡ്ജസ്റ്റ്മെന്റിന് ചോദിക്കുന്നത്? അത്രയും ഭയങ്കര മോശമുള്ള ഇതൊക്കെ എനിക്ക് വന്നതാ. എന്നെ ട്രോളുന്ന വ്യക്തിയൊക്കെ എന്നെ ട്രോളിയ വ്യക്തിയാണ്. അത്രയും ഗതി കെട്ട് പോയോ ഇൻഡസ്ട്രിന്നൊക്കെ. ഞാൻ എന്റെ ഓപ്പൺ ആയിട്ട് എന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞത്, എനിക്ക് സീരിയസ്ലി ആയിട്ട് എന്റെ ആഷി ഇവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. ആഷിക്ക് ഞാൻ ദുബായിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ക്യാരക്ടർ വരുന്നത്. വിജയ് സേതുപതിയുടെ സാറിന്റെ മൂവി ആയിരുന്നു, തമിഴ് മൂവി, സൂപ്പർ ഡീലക്സ്. ഇല്ല, മൂവിയുടെ പേര് എന്നോട് പറഞ്ഞിട്ടില്ല. വിജയ് സേതുപതി ആണ് ആക്ടർ എന്ന് എന്നോട് പറഞ്ഞു. ഐശ്വര്യ ലക്ഷ്മി ഓർ ആക്ട്രസ്. തമിഴ് മൂവിയാണ്, ഒരു ഹൊറർ കോമഡി മൂവി ആയിരുന്നു. അപ്പൊ മലേഷ്യയിലാണ് ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞു എന്നോട്. ഓക്കെ ആണ്. അപ്പൊ അവിടെ ഒരു ഗൈഡ് ആയിട്ടുള്ള ഒരു റോളാണ് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ റോളാണ് എന്നോട് പറഞ്ഞത്. ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു, എല്ലാം കഴിഞ്ഞു, എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു. അതെ. ഓക്കെ, ഇപ്പോ നീ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നില്ലേ, ഇത് വെച്ചിട്ട് നിനക്ക് അവരെങ്ങനെ ആക്ടിങ് ഇത് കൊടുക്കും? ആൻഡ് പർട്ടിക്കുലർലി ഈ റീൽസ് ചെയ്യുന്നപ്പോ ഇനി ഓരോരുത്തർ ചെയ്തത് ആണ് നിങ്ങൾക്കെന്ന് ഒരു ഐഡന്റിറ്റി, ഒരു സ്പെഷ്യൽ ആയിട്ട് ഇത് വേറെ ആരും ചെയ്യില്ല, ഞാൻ തന്നെ ചെയ്യാം, അത് ഒന്നും ഇല്ലല്ലോ. സോ അത് എടുക്കില്ല സിനിമാക്കാർക്ക് അവർ നിങ്ങളുടെ ഫ്രഷ് ആയിട്ട് ഒന്ന് കാണണം, അപ്പോഴാണ് അവർ ചാൻസ് കൊടുക്കും. നീ എങ്ങനെ വിചാരിക്കുന്നു, നിനക്ക് ഇൻ കേസ് ഒരു ക്യാരക്ടർ കൊടുക്കുന്നെങ്കിൽ നിനക്ക് അവിടെ ട്രാൻസ് വുമനായിട്ട് കാണിക്കണോ, അല്ലാതെ അത് വേണ്ട, എനിക്കൊരു വുമൻ ആണ് വേണോന്ന്? അങ്ങനെ എനിക്കില്ല. എനിക്ക് ഇപ്പൊ ട്രാൻസ് വുമൺ ആയിട്ടൊരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിലും ഞാൻ ചെയ്യും. ഇപ്പോ വുമൺ ആയിട്ട് അത് എന്തിനു ചെയ്യണമെന്ന്, അത് എതൊക്കെ അത് ചെയ്യണം?
കാരണം നീ ഇത്രയ്ക്കും കഷ്ടപ്പെട്ട് ഈ സർജറി ഈ പെയിൻ ഒക്കെ എടുത്ത് യു ആർ ട്രാൻസ്ഫോമിങ് ഇൻ ടു എ വുമൻ. പിന്നെ എന്തിനാ ഈ ക്യാരക്ടർ നീ ചെയ്യണം? അല്ല അത് എനിക്ക് എല്ലാ ഡയറക്ടർ അടുത്ത് ചോദ്യമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ക്യാരക്ടർ വേണമെങ്കിൽ നിങ്ങൾ ആരെന്ന് ആർട്ടിസ്റ്റ് എടുത്ത് മീസൊക്കെ ഒഴിച്ചിട്ട് ദാടിയൊക്കെ ഒഴിച്ചിട്ട് സാരി ഇട്ടിട്ട് ആ ക്യാരക്ടർ ചെയ്തോ. ഇത്ര പെയിൻ എടുത്ത് ഇത്രയ്ക്കും ചെയ്തവരെ തിരിച്ച് അങ്ങനെ എന്തിനു കാട്ടണം? ഓക്കെ, അമ്മ പറയുന്നത് ഈ ട്രാൻസ് ആയി മാറിയ കുട്ടികളെ പിന്നെ ഈ സിനിമയിലേക്ക് എന്തിനാണ് ട്രാൻസ് ആയിട്ട് കൊണ്ടുവരുന്നത്, അവർക്ക് സ്ത്രീ കഥാപാത്രങ്ങൾ കൊടുത്തുകൂടെ എന്ന്. അതെ, അത്രയും കഥ അത് എനിക്കും ആഗ്രഹമുണ്ട്. ഇപ്പൊ എന്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരുപാട് പേര് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരു ട്രാൻസ് ഓറിയന്റഡ് കഥാപാത്രങ്ങൾക്കാണ് അവരെ വിളിക്കുന്നുള്ളൂ. ചിലപ്പോ ചില ആൾക്കാരെ വിളിക്കുന്നത് അത്തരം കഥാപാത്രം ചെയ്യാനായിരിക്കും. അല്ലാണ്ട് നോർമലി പ്യുവർ സ്ത്രീ ആയിട്ടുള്ള കഥാപാത്രങ്ങൾക്കും വിളിക്കുന്നുണ്ട്. എല്ലാം നല്ല എനിക്കും അങ്ങനെ ആഗ്രഹമുണ്ട്. എന്തിനാണ് ഇപ്പൊ നല്ല നടികളായിട്ട് വിളിക്കട്ടെ. ഇപ്പൊ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കഥകൾ എഴുതുന്നുണ്ട്, സിനിമകൾ എഴുതുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവർക്കും നല്ല അനിയത്തി ക്യാരക്ടർ വേണം, നല്ല അമ്മ ക്യാരക്ടർ വേണം, നല്ല ചേച്ചി ക്യാരക്ടർ വേണം, നടിമാരെ ക്യാരക്ടർ വേണം. അല്ലാണ്ട് ഒരു പർട്ടിക്കുലറിലേക്ക് അവരെ എഴുതപ്പെടരുത്. ട്രാൻസുകൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുറെ സിനിമകൾ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് ട്രാൻസ് വുമൺ ആണെന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന വേഷങ്ങൾ അത്തരം ഒരു വേഷങ്ങളായിരിക്കും. അങ്ങനത്തെ വേഷങ്ങൾ അല്ലാണ്ട് അവർക്കും നല്ല നല്ല ക്യാരക്ടറുകൾ വരണം, അവർക്കും നല്ല നല്ല ക്യാരക്ടർ എഴുതപ്പെടണം. അതൊക്കെ അവർക്ക് ആക്ടിങ് അറിയുന്നല്ലോ. ഒരുപാട് പേരില്ലേ ട്രാൻസില് വുമൻസ് ഒക്കെ ആയിട്ട് ഇത്രയും നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ഇതിലുണ്ട്, ഫ്രണ്ട്സിലുണ്ട്. ഇപ്പോൾ എന്താണ് കുറേ ആൾക്കാർ അഭിനയിച്ചത് കണ്ടു. ഇപ്പോൾ നല്ല നല്ല വേഷങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ അവർക്കും അതേപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഒരു സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരു നടി ചെയ്യുന്ന അത്തരം കഥാപാത്രങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ അവർക്കും പറ്റും. അവർക്കും അത്തരം ക്യാരക്ടർ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കഥകൾ എഴുതണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് എനിക്ക്. ഇപ്പോ അവർക്കും ഇവർക്കും ഒക്കെ കഥകൾ എഴുതിട്ടില്ല, നല്ല കഥകളെ കിട്ടുന്നില്ല. ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് എല്ലാവരും കാണുന്നത് മലയാളം ഫിലിംസ് ആണ്. അതെ അതെ, തമിഴ്നാട് ഒക്കെ കാണുന്നത് മലയാളം ഫിലിംസ് ആണ്. അങ്ങനെ ആയിപ്പോയി, നല്ല കഥകളുണ്ട്. പക്ഷേ ഇതാണ് പ്രോബ്ലം. ഈ ട്രാൻസ് കാണിക്കുമ്പോൾ ട്രാൻസ് ആയിട്ട് തന്നെ കാണിക്കും. ഇത് എനിക്ക് കൂടെ അതിൽ താല്പര്യവും ഇല്ല. പിന്നെ ഈ റീൽസ് അതാണ് ഇപ്പൊ ഞാൻ ചോദിച്ചത്. നീ യാരോ ചെയ്യുന്നത് ഇവിടെ ചെയ്ത് കാട്ടരുത്. ഇപ്പൊ ഞാൻ ഇത് രണ്ടാം ഘട്ടതെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ടാ ഇപ്പൊ ഞാനൊന്ന് ചോദിക്കുന്നത്. ഞാൻ തന്നെ സ്വയം ചെയ്ത ഒരു ക്യാരക്ടർ. ഇവിടെ എല്ലാവർക്കും അറിയാം ഫിലിം കിനാരത്തുമ്പിന്ന്. അതിലൊരു ഡയലോഗ് ഉണ്ട്, തെറ്റ് ചെയ്യാത്തവർ ആരുമില്ലടാ ഗോപു. അത് ഒരു 2-3 ആക്ഷൻസിൽ ഒന്ന് ചിരിച്ചിട്ട്, ഒന്ന് ഫീൽ ചെയ്തിട്ട്, ഒന്ന് വെക്കപ്പെട്ട്, ഒന്ന് കറഞ്ഞിട്ട്, ഇത് 4 എങ്ങനെ ചെയ്ത് കാണും. അയ്യോ, ഓക്കെ. ഫസ്റ്റ് ചിരിച്ചിട്ട് ജയത്തിന് ആരെങ്കിലുണ്ടോ ഗോപു? ഓ, ഇപ്പൊ ഷൈ ആയിട്ട് തെറ്റ് ചെയ്യാത്തവര് ആരെങ്കിലും ഉണ്ടോ ഗോപു? ഓ, ഇവള് എന്റെ കാലം ബെസ്റ്റ്. നെക്സ്റ്റ് എന്താ? കറഞ്ഞിട്ട് തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഗോപു? ഇല്ല. ഓ, 2026 കിനാരത്തുമ്പി 2 എടുക്കണമെങ്കിൽ ജാസിനെ ആക്ട് ചെയ്യാൻ വെക്കണം. ഓക്കെ, ಇನ್ನೊಂದು ആംഗ്രി ദേഷ്യമായി. തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് ഗോപു? ഇല്ല, ആരുമില്ല. സൂപ്പർ ജാസി, സൂപ്പർ. സീരിയസ് ആയിട്ട് കിനാരത്തുമ്പി 2 ചെയ്യുന്നത് നീ അത് കാണ്. അത് ആ ഫിലിം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഈ ഇന്റിമേസി സീനോ ഒന്നുമില്ല. ആ കുട്ടി ആ ചരക്കന്ന് ഹി വാസ് ഓൺലി 17 years old. I was 23 then. ഞാൻ പറഞ്ഞു പേടിക്കടാ മോനെ, വാ പേടിക്കരുത് വാ എന്ന്. ഞാൻ അങ്ങനെ ചെയ്തു പോയതാ ആ ഫിലിം. there is no sex in it. സോ നീ പേടിക്കാതെ കിനാരത്തുമ്പി 2 നീ തന്നെ ചെയ്യണം. ഇത് എനിക്ക് എന്ത് ഒരേ ഒരു സ്റ്റൈലാ, തെറ്റ് ചെയ്യാത്തവര് ആരും ഇല്ലടാ ഗോപു മാത്രമല്ല സ്റ്റൈൽ. എന്നെ ഇപ്പൊ ഈ കേട്ടാലും എനിക്ക് ഇത്രയ്ക്ക് വരില്ല. സൂപ്പർ. അയ്യോ, യുവർ മാരേജ് മുമ്പ് അതെങ്ങനെ നടന്നത്?
അത് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉമ്മാനോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കല്യാണം വേണ്ട, കല്യാണം എനിക്ക് കഴിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു അതൊന്നുമില്ല, കല്യാണം കഴിഞ്ഞാലൊക്കെ ശരിയാവും, അങ്ങനെയൊന്നുമില്ല. എന്താണ് പിന്നെ പിന്നെ അവരുടെ ഉപ്പാക്ക് പിന്നെ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ ആയി, വാൾവൊക്കെ ഇതായിട്ട്. അപ്പോൾ പിന്നെ നിർബന്ധമായി കല്യാണം കഴിക്കണം എന്നുള്ള ഇതായി. ഞാൻ ഓക്കെ അങ്ങനെ കല്യാണം കഴിച്ചു. പക്ഷേ കല്യാണം കഴിച്ചപ്പോഴാണ് പിന്നെ കൂടുതൽ മനസ്സിലായത് നമുക്ക് ഒരിക്കലും ആ ലൈഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തന്നെ പറ്റില്ല. കാരണം നമ്മളൊരു പെൺകുട്ടികളെ പോലെ ആയതുകൊണ്ട്, നമ്മൾ മൈൻഡ് മുഴുവൻ പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് മറ്റൊരു പെൺകുട്ടിനെ നമുക്ക് ആ ഒരു ലെവലിൽ കാണാനേ പറ്റുന്നില്ല. ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരൻ എന്ന രീതിയിൽ നമുക്ക് കാണാം, നമുക്ക് ലൈഫ് എൻജോയ് ചെയ്ത് പോകാം. അങ്ങനെ പറ്റില്ല. നമുക്കൊരു ഒരു എന്താ പറയുക, അവർക്കൊരു കുട്ടി വേണം, ഫാമിലി പോകണമല്ലോ. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാനത് അവസാനം ആ കുട്ടിയോട് തുറന്നു പറഞ്ഞു, ഇങ്ങനെ എനിക്ക് പറ്റൂല, നീ വീട്ടിൽ പറഞ്ഞിട്ട് നീ വീട്ടിൽ പറഞ്ഞോ, നമുക്ക് ലീഗലി ഇങ്ങനെ ഡിവോഴ്സ് ആവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലീഗലി ഡിവോഴ്സായി, സെപ്പറേറ്റഡ് ആയി ഞങ്ങൾ. പക്ഷെ നിനക്കത് ഒരു റെഗ്രഷൻ ഇല്ലേ, നമുക്കിത് എന്തിനാ ചെയ്തത്? ഇപ്പോ നിന്റെ കാര്യം വിട്, ഇപ്പൊ ആ കുട്ടിക്ക് ഇപ്പൊ കല്യാണം കട്ടിയാ കൂടാ, അത് സെക്കൻഡ് മാരേജ് ആവും. അപ്പോൾ കേട്ടല്ലോ. അപ്പോൾ ഈ ജാസി പഴയ പല്ലവി തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഷക്കീല മാഡം മറ്റേ എന്താ പറയുക കറക്റ്റായിട്ടുള്ളൊരു വിഷയം ഇട്ടുകൊടുത്തു. പക്ഷെ അവിടെ ജാസി കടന്ന് ഉരുളാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.